സോ അടുത്തതാണ് ഓസോൺ ഡിപ്ലീഷൻ ഇൻ ദ സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിലെ ഓസോൺ ഡിപ്ലീഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത്? സോ അതിനു മുമ്പായിട്ട് നമ്മൾ ഒരു +1 കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട്, ഗുഡ് ഓസോൺ ഉണ്ട്, ബാഡ് ഓസോൺ ഉണ്ടെന്ന്. സോ ബാഡ് ഓസോൺ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിന്റെ താഴത്തെ ലെയർ, ലോവർ അറ്റ്മോസ്ഫിയറിൽ കാണപ്പെടുന്നതാണ് ബാഡ് ഓസോൺ. സോ ആ ബാഡ് ഓസോൺ ലോവർ അറ്റ്മോസ്ഫിയർ എന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. അത് പ്ലാന്റ്സിനെയും എനിമൽസിനും ഒരുപാട് ഹാനികരമായിട്ടുള്ള ഓസോൺ ആണ് ബാഡ് ഓസോൺ എന്ന് പറയുന്നത്. നമ്മൾ +1 കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗുഡ് ഓസോൺ ഉണ്ട്. ഗുഡ് ഓസോൺ എന്ന് പറയുന്നത് അപ്പർ ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ, അതേതാണ് നമ്മുടെ സ്ട്രാറ്റോസ്ഫിയർ ആണ്. സോ സ്ട്രാറ്റോസ്ഫിയറിൽ കാണുന്ന ഈ ഗുഡ് ഓസോണിന്റെ ഡിപ്ലീഷൻ. സോ ഈ ഗുഡ് ഓസോൺ എന്ന് പറയാൻ കാരണം ഈ ഓസോൺ ആണ് നമ്മുടെ അൾട്രാവയലറ്റ് റേഡിയേഷനിൽ നിന്ന്, നമ്മളെ സണ്ണിൽ നിന്ന് വരുന്ന അൾട്രാവയലറ്റ് റേഡിയേഷനിൽ നിന്ന് ഒരു ഷീൽഡായിട്ട് നമ്മളെ സംരക്ഷിച്ചു പോകുന്നത് ഈ ഗുഡ് ഓസോൺ ആണ്. അങ്ങനെ 2 തരത്തിലുള്ള ഓസോൺ ഉണ്ട്, ഗുഡ് ഓസോൺ ആൻഡ് ബാഡ് ഓസോൺ. സോ ബാഡ് ഓസോൺ എവിടെയാണ് കാണുന്നത്? ലോവർ അറ്റ്മോസ്ഫിയറിലാണ് കാണുന്നത്. ആ ലോവർ അറ്റ്മോസ്ഫിയർ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ട്രോപ്പോസ്ഫിയർ. അതിന്റെ പ്രത്യേകത അത് പ്ലാന്റ്സിനും അനിമൽസിനെയൊക്കെ ഹാം ചെയ്യുന്ന ഒരുപാട് ഹാനികരമായിട്ടുള്ള ഓസോൺ ആണ് ഈ പറഞ്ഞ ട്രോപ്പോസ്ഫിയറിൽ കാണപ്പെടുന്ന, ലോവർ അറ്റ്മോസ്ഫിയറിൽ കാണുന്ന ബാഡ് ഓസോൺ. അതേസമയം ഗുഡ് ഓസോൺ എന്ന് പറയുന്നത് അപ്പർ അറ്റ്മോസ്ഫിയർ, അപ്പർ ലെയർ ഓഫ് അറ്റ്മോസ്ഫിയറിലാണ്. അത് നമ്മൾ സ്ട്രാറ്റോസ്ഫിയറിലാണ് കാണുന്നത്. ആ ഗുഡ് ഓസോൺ എന്ത് ചെയ്യണേ? സൺലൈറ്റിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ സണ്ണിൽ നിന്ന് വരുന്ന അൾട്രാവയലറ്റ് റേഡിയേഷനെ അബ്സോർബ് ചെയ്ത് നമുക്ക് അതിൻ്റെ ഒരു പ്രോബ്ലംസ് ഒന്നുമില്ലാണ്ട് ഒരു ഷീൽഡായിട്ട് നിൽക്കുന്നതാണ് ഗുഡ് ഓസോൺ. സോ ആക്ട് ആസ് എ ഷീൽഡ് ആൻഡ് അബ്സോർബ് അൾട്രാവയലറ്റ് റേഡിയേഷൻ ഫ്രം ദ സൺ. സോ ഈ അൾട്രാവയലറ്റ് റേഡിയേഷന്റെ പ്രോബ്ലം എന്താണ്? സണ്ണിൽ നിന്ന് വരുന്ന അൾട്രാവയലറ്റ് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഹൈലി ഇഞ്ചൂറിയസ് ആണ്, ഒരുപാട് അപകടകാരിയാണ് സണ്ണിൽ നിന്ന് വരുന്ന അൾട്രാവയലറ്റ് റേഡിയൻസ്. ഈ റേഡിയേഷൻ, അൾട്രാവയലറ്റ് റേഡിയേഷൻ നമ്മുടെ ലിവിങ് ഓർഗാനിസത്തിന് ഒരുപാട് ഹാനികരമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലിവിങ് ഓർഗാനിസത്തിന്റെ ബോഡിയിലുള്ള DNA, പ്രോട്ടീൻ, സോ DNA പ്രോട്ടീനൊക്കെ ഈ അൾട്രാവയലറ്റ് റേഡിയേഷനെ, നമ്മുടെ ബോഡിയിലുള്ള DNA പ്രോട്ടീനൊക്കെ, ലിവിങ് ഓർഗാനിസത്തിന്റെ ബോഡിയിലുള്ള DNA പ്രോട്ടീനൊക്കെ എന്ത് ചെയ്യുന്നു? ഈ അൾട്രാവയലറ്റ് റേഡിയേഷനെ അബ്സോർബ് ചെയ്തു. എന്നിട്ട് ഈ അൾട്രാവയലറ്റ് റേഡിയേഷനിലുള്ള ഹൈ എനർജി നമ്മുടെ ഈ പറഞ്ഞ DNA പ്രോട്ടീൻ പോലെയുള്ള ആ കോമ്പൗണ്ടുകൾ അല്ലെങ്കിൽ ഇതിനെന്ത് ചെയ്യുന്നു? അവിടെയുള്ള കെമിക്കൽ ബോണ്ടുകളെ ബ്രേക്ക് ചെയ്തു. സോ ഈ DNA-യിലും പ്രോട്ടീനിലുള്ള ഈ മോളിക്യൂളുകളിൽ, DNA പ്രോട്ടീൻ പോലെയുള്ള മോളിക്യൂളിലുള്ള കെമിക്കൽ ബോണ്ടുകളെ ഈ അൾട്രാവയലറ്റ് റേഡിയേഷൻ എന്ത് ചെയ്യുന്നു? അതിനെ ബ്രേക്ക് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ DNA-ക്കും പ്രോട്ടീനൊക്കെ മ്യൂട്ടേഷൻ സംഭവിക്കുന്നു. അപ്പോൾ DNA-യിൽ, നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസത്തിന്റെ DNA-യിൽ മ്യൂട്ടേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അപകടകരമായ സിറ്റുവേഷനിലേക്കാണ് അത് വഴിതെളിക്കുക. സോ അൾട്രാവയലറ്റ് റേഡിയേഷൻ എന്താണ് ചെയ്യുന്നത്? DNA അതുപോലെ പ്രോട്ടീൻ പോലെയുള്ള മോളിക്യൂളുകളിൽ അൾട്രാവയലറ്റ് റേഡിയേഷന്റെ ഹൈ എനർജി ഈ മോളിക്യൂളുകളിലെ കെമിക്കൽ ബോണ്ടുകളെ ബ്രേക്ക് ചെയ്ത് അതിന് മ്യൂട്ടേഷനിലേക്ക് വഴിതെളിക്കുന്നു. സോ ഈ അൾട്രാവയലറ്റ് റേഡിയേഷൻ നമ്മുടെ ലിവിങ് ഓർഗാനിസത്തിന്റെ ബോഡിയിലേക്ക് എത്താതെ കാത്തു സംരക്ഷിക്കുന്ന ആ ഓസോൺ ആണ് ഗുഡ് ഓസോൺ എന്ന് പറയുന്നത്. സോ ഇറ്റ് ആക്ട് ആസ് എ ഷീൽഡ് ആൻഡ് അബ്സോർബ് അൾട്രാവയലറ്റ് റേഡിയേഷൻ. നമ്മുടെ അവിടേക്ക് ലിവിങ് ഓർഗാനിസത്തിലേക്ക് എത്തുന്നില്ല. സോ നമ്മുടെ ഈ പറഞ്ഞ ഓസോണിന്റെ തിക്നെസ് ഓഫ് ഓസോൺ ഇൻ ദ കോളം ഓഫ് എയറിൽ കാണപ്പെടുന്ന ഓസോണിന്റെ തിക്നെസ് എന്ന് പറയുന്നത് എവിടെ നിന്ന് തൊട്ട്? ഫ്രം ദ ലെവൽ ഓഫ് ഗ്രൗണ്ട് ടു ദ ടോപ്പ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ. ഗ്രൗണ്ട് തൊട്ട് അറ്റ്മോസ്ഫിയറിന്റെ ഈ ടോപ്പ് ലെവൽ വരെ നമ്മുടെ ഓസോണിന്റെ ലെവൽ. സോ അറ്റ്മോസ്ഫിയറിന്റെ ഗ്രൗണ്ട് തൊട്ട് ടോപ്പ് ലെവൽ വരെ ഓസോണിന്റെ തിക്നെസ് മെഷർ ചെയ്യുന്നത് ഒരു ഡോപ്സൺ യൂണിറ്റിലാണ് മെഷർ ചെയ്യുന്നത്. സോ തിക്നെസ് ഓഫ് ഓസോൺ ഇൻ ദ കോളം ഓഫ് എയർ. സോ എയറിൽ നമ്മുടെ ഓസോണിന്റെ തിക്നെസ്, എത്രത്തോളം തിക്നെസ് ഉണ്ടെന്നുള്ളത് മെഷർ ചെയ്യുന്നത് എവിടെ നിന്ന് തൊട്ടാ? അറ്റ്മോസ്ഫിയറിന്റെ ഗ്രൗണ്ട് തൊട്ട് ടോപ്പ് ലെവൽ വരെയുള്ളത് അറ്റ്മോസ്ഫിയറിന്റെ ഡോപ്സൺ യൂണിറ്റ് അഥവാ DU, അങ്ങനെയാണ് അത് മെഷർ ചെയ്യുന്നത്. സോ തിക്നെസ് ഓഫ് ദ ഓസോൺ എന്ന് പറയുന്നത് മെഷേർഡ് ആസ് ഡോപ്സൺ യൂണിറ്റ് അഥവാ DU. ഇനി എങ്ങനെയാണ് ഈ ഓസോൺ ഫോം ചെയ്യുന്നത്? ഈ ഗുഡ് ഓസോൺ എന്ന് പറഞ്ഞ ഓസോൺ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? സോ ഇത് സംഭവിക്കുന്നത് നമ്മുടെ സ്ട്രാറ്റോസ്ഫിയറിലാണ്. നമ്മൾ പറഞ്ഞ സ്ട്രാറ്റോസ്ഫിയറിലാണ് നമ്മുടെ ഗുഡ് ഓസോൺ ഉള്ളത്. നമ്മുടെ ട്രോപ്പോസ്ഫിയറിലാണ് ബാഡ് ഓസോൺ ഉള്ളത്, നമുക്ക് അപകടകരമായ കാര്യമായിട്ടുള്ള ബാഡ് ഓസോൺ. സോ ഗുഡ് ഓസോൺ ആണ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു.
സോ ഈ ഗുഡ് ഓസോൺ, അതായത് ഓസോൺ ഗ്യാസ് കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രാറ്റോസ്ഫിയറിൽ ഫോം ചെയ്യുന്നുണ്ട്. അതിന് കാരണം നമ്മുടെ അൾട്രാവയലറ്റ് റേഡിയേഷൻ ആണ്. സോ ആക്ഷൻ ഓഫ് അൾട്രാവയലറ്റ് റേഡിയേഷൻ ഓൺ മോളിക്കുലാർ ഓക്സിജൻ, നമ്മുടെ മോളിക്കുലാർ ഓക്സിജനും ആയിട്ട് നമ്മുടെ അൾട്രാവയലറ്റ് റേഡിയേഷൻ ആക്ട് ചെയ്യുമ്പോഴാണ് ഓസോൺ അഥവാ O3 എന്ന് പറഞ്ഞ ഗ്യാസ് ഫോം ചെയ്യുന്നത്. ഓസോൺ അഥവാ O3 ആണ് നമുക്ക് ഷീൽഡായിട്ട് അൾട്രാവയലറ്റ് റേഡിയേഷനെ അബ്സോർബ് ചെയ്ത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഷീൽഡായിട്ട് ആക്ട് ചെയ്യുന്നത് O3 ആണ്. അതുപോലെ തന്നെ ഈ സ്ട്രാറ്റോസ്ഫിയറിൽ ഈ ഓസോൺ അഥവാ O3 ഡിഗ്രേഡ് ചെയ്ത് മോളിക്കുലാർ ഓക്സിജനുമായിട്ട് മാറുന്നുണ്ട്. സോ ഒരു ബാലൻസ് ആണ് നടക്കുന്നത് പ്രൊഡക്ഷനും ഡിഗ്രഡേഷനും. ഓസോൺ ലെയർ അല്ലെങ്കിൽ ഓസോൺ ഗ്യാസ് ഫോം ചെയ്യുന്നു, ഡിഗ്രേഡ് ചെയ്യുന്നു, ഫോം ചെയ്യുന്നു, ഡിഗ്രേഡ് ചെയ്യുന്നു. ഇതൊക്കെ നടക്കുന്നത് എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ്. സോ നമുക്കത് എങ്ങനെയാണ് ഫോം ചെയ്യണമെന്ന് നോക്കാം. സോ സ്ട്രാറ്റോസ്ഫിയറിൽ മോളിക്കുലാർ ഓക്സിജൻ, നമ്മുടെ മോളിക്കുലാർ ഓക്സിജൻ അൾട്രാവയലറ്റ് റേഡിയേഷന്റെ സഹായത്തോടു കൂടി കൺവേർട്ട് ചെയ്ത് നേസന്റ് ഓക്സിജൻ ആയിട്ട് മാറുന്നു. അതായത് മോളിക്കുലാർ ഓക്സിജൻ O2 അൾട്രാവയലറ്റ് റേഡിയേഷനിൽ സഹായത്തോടു കൂടി അത് നേസന്റ് ഓക്സിജൻ O ആയിട്ട് വന്നു. സോ O2 അൾട്രാവയലറ്റ് റേഡിയേഷൻ OO സിംഗിൾ, സോ നേസന്റ് ഓക്സിജൻ ആയിട്ട് മാറുന്നു. നമ്മൾ ഓസോൺ എങ്ങനെയാണ് ഫോം ചെയ്യണമെന്ന് വെച്ചാൽ ഈ O3 എന്ന് പറഞ്ഞത് ഓസോൺ എന്ത് ഓസോൺ അൾട്രാവയലറ്റ് റേഡിയേഷന്റെ സഹായത്തോടു കൂടി സ്ട്രാറ്റോസ്ഫിയറിൽ അത് നമ്മുടെ മോളിക്കുലാർ ഓക്സിജനും നേസന്റ് ഓക്സിജനുമായിട്ട് മാറുന്നു. എന്നാൽ ഈ മോളിക്കുലാർ ഓക്സിജന്റെ കൂടെ ഈ നേസന്റ് ഓക്സിജൻ കമ്പൈൻ ചെയ്യുമ്പോൾ അൾട്രാവയലറ്റ് റേഡിയേഷന്റെ പ്രസൻസിൽ തന്നെ അത് O3 ആയിട്ട് മാറുന്നു. സോ ഓസോൺ അഥവാ O3 നമ്മുടെ സ്ട്രാറ്റോസ്ഫിയറിൽ ഫോം ചെയ്യുന്നത് എപ്പോഴാണ്? അൾട്രാവയലറ്റ് റേഡിയേഷന്റെ പ്രസൻസിൽ മോളിക്കുലാർ ഓക്സിജൻ നമ്മളെ നേസന്റ് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തതാണ് ഓസോൺ എന്ന് പറഞ്ഞ ഗ്യാസ് ഫോം ചെയ്യുന്നത്. ഇതേ ഓസോൺ എന്ത് ചെയ്യുന്നു? അൾട്രാവയലറ്റ് റേഡിയേഷന്റെ സാന്നിധ്യത്തിൽ തന്നെ സ്ട്രാറ്റോസ്ഫിയറിൽ വെച്ച് അത് മോളിക്കുലാർ ഓക്സിജനും നേസന്റ് ഓക്സിജനുമായിട്ട് ഡിഗ്രേഡ് ചെയ്യുന്നുണ്ട്. സോ ഇത് ഓസോൺ ഡിഗ്രഡേഷൻ, ഇത് ഓസോൺ ഫോർമേഷൻ. ഓസോൺ ഡിഗ്രഡേഷൻ O3 O2 ആയിട്ട് മോളിക്കുലാർ ഓക്സിജൻ ആയിട്ട് മാറുന്നു. ഓസോൺ ഫോർമേഷൻ മോളിക്കുലാർ ഓക്സിജന്റെ കൂടെ നേസന്റ് ഓക്സിജൻ കമ്പൈൻ ചെയ്യുമ്പോൾ അത് ഓസോൺ ആയിട്ട് ഫോം ചെയ്യുന്നു. സോ ഓസോൺ ഫോർമേഷൻ അതുപോലെ തന്നെ പ്രൊഡക്ഷൻ, ഓസോൺ പ്രൊഡക്ഷൻ ആണ് ഈ കൊടുത്തേക്കുന്നത് O2 മോളിക്കുലാർ ഓക്സിജൻ, നേസന്റ് ഓക്സിജൻ O3. സോ ഓസോൺ പ്രൊഡക്ഷൻ, ഓസോൺ ഡിഗ്രഡേഷൻ O3 എന്നുള്ളത് അൾട്രാവയലറ്റ് മോളിക്കുലാർ ഓക്സിജൻ, നേസന്റ് ഓക്സിജൻ. സോ ഓസോൺ പ്രൊഡക്ഷൻ ആൻഡ് ഓസോൺ ഡിഗ്രഡേഷൻ എന്താണ്? അവിടെ ഒരു ബാലൻസ് ആണ് ഉണ്ടാവുന്നത്. സോ ഈ ബാലൻസ് തകരാറിലാവുന്നത് എപ്പോഴാണ്? എൻഹാൻസ്മെന്റ് ഓഫ് ഓസോൺ ഡിഗ്രഡേഷൻ. ഓസോൺ ഡിഗ്രഡേഷൻ, ഓസോൺ ഫോം ചെയ്യുന്നത്, ആ ഓസോൺ ഡിഗ്രഡേഷൻ, ഓസോൺ ഫോം ചെയ്യുന്നത് ഡിഗ്രേഡ് ആവണമെന്ന് സഹായിക്കുന്ന ആളുകളാണ് CFC, ക്ലോറോ ഫ്ലൂറോ കാർബൺ. സോ ക്ലോറോ ഫ്ലൂറോ കാർബൺ പോലത്തെ ആ റെഫ്രിജറൻസ് ആയിട്ട് ക്ലോറോ ഫ്ലൂറോ കാർബണിനെ നമ്മൾ റെഫ്രിജറൻറ്റ്, വൈഡ്ലി യൂസ്ഡ് ആസ് എ റെഫ്രിജറൻസ്. സോ റെഫ്രിജറന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ക്ലോറോ ഫ്ലൂറോ കാർബൺ. സോ ഈ ക്ലോറോ ഫ്ലൂറോ കാർബണുകളൊക്കെ എന്ത് ചെയ്യുന്നു? ഓസോണിനെ ഡിഗ്രേഡ് ചെയ്യാനായിട്ട് ഒരുപാട് സഹായിക്കുന്നു. സോ ഓസോൺ ഡിഗ്രഡേഷന് എൻഹാൻസ് ചെയ്യുന്നത് ആരാണ്? ക്ലോറോ ഫ്ലൂറോ കാർബൺ. സോ നമുക്ക് ഓസോൺ ഗ്യാസ് ഉണ്ടെങ്കിൽ മാത്രമേ അൾട്രാവയലറ്റ് റേഡിയേഷനിൽ നിന്ന് അതിനെ ഒരു ഷീൽഡായിട്ട് നിന്ന് അതിനെ അബ്സോർബ് ചെയ്ത് ഷീൽഡായിട്ട് നമ്മളെ ലിവിങ് ഓർഗാൻസത്തിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. എന്നാൽ ഈ ഓസോൺ ഫോർമേഷനെ അല്ലെങ്കിൽ ഓസോൺ പ്രൊഡക്ഷനെ O3നെ അതിനെ ഡിഗ്രേഡ് ചെയ്യുന്ന കെമിക്കലാണ് നമ്മുടെ ക്ലോറോ ഫ്ലൂറോ കാർബൺ. സോ ഓസോൺ ഡിഗ്രഡേഷനെ എൻഹാൻസ് ചെയ്യുന്ന ഒരു ഇതാണ് ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ. സോ ക്ലോറോ ഫ്ലൂറോ കാർബണുകളെ നമ്മൾ പറഞ്ഞു റെഫ്രിജറൻസുകളായിട്ടാണ് വൈഡ്ലി യൂസ് ചെയ്യുന്നത്. സോ ഈ ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്താണ്? നമ്മുടെ ക്ലോറോ ഫ്ലൂറോ കാർബൺ നമ്മുടെ പെർമനന്റ് ആയിട്ട് നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ട് ഓസോൺ ലെയറിനെ ഡിഗ്രേഡ് ചെയ്തുകൊണ്ട് എത്രമാത്രം ക്ലോറോ ഫ്ലൂറോ കാർബൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു അത് നമ്മുടെ ഓസോൺ ലെവലിനെ പെർമനന്റ് ആയിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് എഫക്ട് ചെയ്യുന്നു. സോ നമ്മുടെ റെഫ്രിജറൻസുകളിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ക്ലോറോ ഫ്ലൂറോ കാർബൺ ആദ്യം നമ്മുടെ ലോവർ അറ്റ്മോസ്ഫിയറിന്റെ ലോവർ പാർട്ടിലെത്തുന്നു. അതിനുശേഷം അത് മൂവ് ചെയ്ത് അപ്വേർഡ് പാർട്ട് അതായത് സ്ട്രാറ്റോസ്ഫിയറിൽ എത്തുന്നു. സോ ലോവർ അറ്റ്മോസ്ഫിയറിൽ എത്തുന്ന ക്ലോറോ ഫ്ലൂറോ കാർബൺ റെഫ്രിജറൻസിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ലോവർ അറ്റ്മോസ്ഫിയറിൽ എത്തുന്നു. പിന്നീട് അത് മൂവ് ചെയ്ത് അപ്പർ പാർട്ട് ഓഫ് ദ സ്ട്രാറ്റോസ്ഫിയറിൽ എത്തുന്നു. അവിടെ വെച്ചിട്ട് ഈ ക്ലോറോ ഫ്ലൂറോ കാർബൺസ് എന്ത് ചെയ്യുന്നു? അൾട്രാവയലറ്റ് റേസുമായിട്ട് ആക്ട് ചെയ്യുന്നു. സോ വൺസ്
റെഫ്രിജറൻസ് റിലീസ് ചെയ്യുന്ന ക്ലോറോ ഫ്ലൂറോ കാർബൺ ആദ്യം ലോവർ അറ്റ്മോസ്ഫിയറിൽ എത്തുകയും അവിടെ നിന്ന് മൂവ് ചെയ്ത് അപ്പർ പാർട്ട് ഓഫ് ദ അറ്റ്മോസ്ഫിയർ ആയ സ്ട്രാറ്റോസ്ഫിയറിൽ എത്തുന്നു. സ്ട്രാറ്റോസ്ഫിയറിലെ പ്രത്യേകത എന്താണ്? അവിടെയാണ് നമ്മുടെ ഓസോൺ ഫോർമേഷൻ നടക്കുന്നത്, ഓസോൺ ഗ്യാസ് ഫോർമേഷൻ. സോ ആ അൾട്രാവയലറ്റ് റേസും അവിടെയുള്ള അൾട്രാവയലറ്റ് റേസ് സ്ട്രാറ്റോസ്ഫിയറിൽ വെച്ച് അൾട്രാവയലറ്റ് റേസ് നമ്മുടെ ക്ലോറോ ഫ്ലൂറോ കാർബണുമായിട്ട് ആക്ട് ചെയ്യുന്നു. അവിടെ ആക്ട് ചെയ്ത് അവിടെ ക്ലോറിൻ ആറ്റംസിനെ റിലീസ് ചെയ്യുന്നു. സോ എന്താണ് സംഭവിക്കുന്നത്? റെഫ്രിജറൻസുകളിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ക്ലോറോ ഫ്ലൂറോ കാർബൺ ലോവർ അറ്റ്മോസ്ഫിയറിൽ എത്തുന്നു. അവിടെ നിന്ന് അപ്പർ പാർട്ട് ഓഫ് ദ അറ്റ്മോസ്ഫിയർ ആയ സ്ട്രാറ്റോസ്ഫിയറിൽ എത്തുന്നു. അവിടെ വെച്ച് അത് നമ്മുടെ അൾട്രാവയലറ്റ് റേസുമായിട്ട് ആക്ട് ചെയ്ത് അത് ക്ലോറോ ഫ്ലൂറോ കാർബണിലെ ക്ലോറിൻ ആറ്റംസിനെ റിലീസ് ചെയ്യുന്നു. ഈ റിലീസ്ഡ് ആയുള്ള ക്ലോറിൻ ആറ്റംസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ദാറ്റ് ഡിഗ്രേഡ് ഓസോൺ റിലീസിംഗ് മോളിക്കുലാർ ഓക്സിജൻ. ഓസോൺ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ആ മോളിക്കുലാർ ഓക്സിജനെ അവർ ഡിഗ്രേഡ് ചെയ്യുന്നു. സോ ഈ ക്ലോറിൻ ആറ്റംസ് എന്ത് ചെയ്യുന്നു? ഒരു കാറ്റലിസ്റ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ദേ ആർ നോട്ട് അറ്റ് ഓൾ കൺസ്യൂംഡ് ഇൻ ദ റിയാക്ഷൻ. സോ ഈ റിയാക്ഷനിൽ അത് കൺസ്യൂം ചെയ്യാണ്ട് ഇതൊരു കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്തു. എങ്ങനെയാണ്? ഈ ക്ലോറിൻ ആറ്റംസ് ഡിഗ്രേഡ് ഓസോൺ റിലീസിംഗ് മോളിക്കുലാർ ഓക്സിജൻ. സോ ഓസോൺ ലെയർ ഫോം ചെയ്യാനായിട്ട്, ഓസോൺ ഗ്യാസ് ഫോം ചെയ്യാനായിട്ട് സഹായിക്കുന്ന ആ O2, ആ മോളിക്കുലാർ ഓക്സിജനെ ഡിഗ്രേഡ് ചെയ്യുന്നു. സോ വൺസ് മോളിക്കുലാർ ഓക്സിജൻ ഇല്ലെങ്കിൽ ഓസോൺ ലെയർ ഫോം ചെയ്യില്ല. ഈ മോളിക്കുലാർ ഓക്സിജനെ എന്ത് ചെയ്യുന്നു? ഡിഗ്രേഡ് ചെയ്യുന്നു. മോളിക്കുലാർ ഓക്സിജനെ ഡിഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കില്ല? ഓസോൺ ലെയർ ഫോം ചെയ്യില്ല. സോ ക്ലോറിൻ ആറ്റംസ് ഈ മോളിക്കുലാർ ഓക്സിജനെ ഡിഗ്രേഡ് ചെയ്യാണ് ചെയ്യുന്നത്. അത് കാരണം എന്ത് ചെയ്യുന്നു? ദ എഫക്ട് ഓൺ ദ ഓസോൺ ലെവൽ. സോ ഓസോൺ ഫോർമേഷൻ അല്ലെങ്കിൽ ഓസോൺ ലെവലിനെ അത് കാര്യമായിട്ട് ബാധിക്കുന്നു. ഫൈനലി അതെന്ത് ചെയ്യുന്നു? നമ്മൾ പറയുന്ന ഓസോൺ ഹോൾ, തിന്നിങ് ഓഫ് ദ ഓസോൺ ലെയർ. ഓസോൺ ലെയർ തിന്നാവുന്നു. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിൽ, ഓസോൺ ഹോൾ. സോ ഓസോൺ ഹോൾ അല്ലെങ്കിൽ തിന്നിങ് ഓഫ് ഓസോൺ ലെയറിലേക്ക് അത് ഫൈനലി റീച്ച് ചെയ്യുന്നു. സോ നമ്മുടെ ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ ഇതെന്ത് ചെയ്യുന്നു? നമ്മുടെ ഓസോൺ ഡിഗ്രഡേഷനെ ഒരുപാട് എൻഹാൻസ് ചെയ്യുന്നു. എങ്ങനെയാണ് ഓസോൺ ഡിഗ്രഡേഷനെ ക്ലോറോ ഫ്ലൂറോ കാർബൺ എൻഹാൻസ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു, ഈ ക്ലോറോ ഫ്ലൂറോ കാർബൺ റെഫ്രിജറൻസിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ക്ലോറോ ഫ്ലൂറോ കാർബൺ നമ്മുടെ അൾട്രാവയലറ്റ് റേസുമായിട്ട് ആക്ട് ചെയ്ത് ക്ലോറിൻ ആറ്റംസിനെ റിലീസ് ചെയ്യുകയും ഈ ക്ലോറിൻ ആറ്റംസ് ഓസോൺ ഗ്യാസ് ഫോം ചെയ്യുന്ന ആ മോളിക്കുലാർ ഓക്സിജനെ ഡിഗ്രേഡ് ചെയ്യുകയും ചെയ്യുന്നു. അതുവഴി നമ്മുടെ ഓസോൺ ലെവലിന്, ഓസോൺ ഫോം ചെയ്യുന്ന ഓസോൺ ലെവലിനെ എഫക്ട് ചെയ്ത് ഫൈനലി തിന്നിങ് ഓഫ് ദ ഓസോൺ അല്ലെങ്കിൽ ഓസോൺ ഹോൾ ഫോം ചെയ്യുന്നു. സോ അത് റീസെന്റ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്തത് പഠിച്ചിട്ട് അതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്ത് അന്റാർട്ടിക് റീജിയനിലാണ് ഈ പറഞ്ഞ ഓസോൺ ഹോൾ അല്ലെങ്കിൽ തിന്നിങ് ഓഫ് ഓസോൺ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സോ റിസൾട്ടഡ് ഇൻ തിന്നിങ് ഓഫ് ഓസോൺ ലെയർ അല്ലെങ്കിൽ ഓസോൺ ഹോൾ ഇൻ ഒരുപാട് നമ്മുടെ മാർക്ക് ചെയ്തിട്ടുള്ള ഏരിയയിലാണ് കണ്ടുപിടിച്ചത്. അന്റാർട്ടിക് റീജിയനിലാണ് ഈ തിന്നിങ് ഓഫ് ഓസോൺ ലെയർ അഥവാ ഓസോൺ ഹോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സോ ഈ ഓസോൺ ഹോൾ തിന്നിങ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓസോൺ ഹോൾ ഫോർമേഷൻ അതിനെ തടയാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ക്ലോറോ ഫ്ലൂറോ കാർബൺ പോലെയുള്ള അതുപോലത്തെ കെമിക്കലുകളെ നമ്മൾ റിലീസ് ചെയ്യുന്ന അതിന്റെ എമിഷൻ പരമാവധി തടയുക എന്നാണ്. ഇനി പറയുന്നത് നമ്മുടെ അൾട്രാവയലറ്റ് റേഡിയേഷൻ. നമ്മുടെ അൾട്രാവയലറ്റ് റേഡിയേഷൻ അതിൽ നമ്മുടെ അൾട്രാവയലറ്റ് ബിനേക്കാൾ താഴെയുള്ള വേവ് ലെങ്ത്തിൽ വരുന്നത്. സോ UVB അൾട്രാവയലറ്റ് ബി പോലെയുള്ള വേവ് ലെങ്ത്തിനേക്കാളും താഴെയുള്ള റേഡിയേഷൻസ് നമുക്ക് ഒരുപാട് ഡാമേജുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ പറഞ്ഞ അൾട്രാവയലറ്റ് ബി പോലെ നമ്മുടെ അൾട്രാവയലറ്റ് ബിനേക്കാളും താഴെയുള്ള വേവ്, അതിനേക്കാളും ഷോർട്ടർ ദാൻ അൾട്രാവയലറ്റ് ബിനേക്കാളും ഷോർട്ടർ ആയിട്ടുള്ള വേവ് ലെങ്ത്തുകൾ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിനെ അബ്സോർബ് ചെയ്യുന്നു. അവിടെയാണ് നമ്മുടെ ഓസോൺ ലെയർ ഇൻടാക്ട് ആയിട്ട് നിൽക്കുന്നത്. സോ ഓസോൺ ലെയർ ഇൻടാക്ട് ആയിട്ട് നിൽക്കുന്ന ആ റീജിയനിൽ നമ്മുടെ അൾട്രാവയലറ്റ് ബിനേക്കാളും ഷോർട്ടർ ആയിട്ടുള്ള റേഡിയേഷൻസ് കംപ്ലീറ്റ് ആയിട്ട് എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ അബ്സോർബ് ചെയ്തിട്ട് ഒരുപാട് സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ അൾട്രാവയലറ്റ് ബി ക്രിയേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഡാമേജസ് DNA. നമ്മൾ പറഞ്ഞ നേരത്തെ തന്നെ DNA പ്രോട്ടീനൊക്കെ ഡാമേജ് ചെയ്യുന്നു പറഞ്ഞു. അവിടെയുള്ള കെമിക്കൽ ബോണ്ടുകളെയൊക്കെ ബ്രേക്ക് ചെയ്ത് അതിനെ ഡിഗ്രേഡ് ചെയ്യുന്നു, മ്യൂട്ടേഷൻ സംഭവിക്കുന്നു. സോ ഡാമേജ് ദ DNA ആൻഡ് മ്യൂട്ടേഷൻ സംഭവിക്കുന്നു. അതുപോലെ തന്നെ ഏജിങ് ഓഫ് സ്കിന്നിന് ഏജിങ് ആവുന്നു. അതുപോലെ തന്നെ സ്കിൻ സെൽസ് ഡാമേജ്ഡ് ആവുന്നു.
അതുപോലെ സ്കിൻ ക്യാൻസർ ക്രിയേറ്റ് ചെയ്യുന്നു, അതുപോലെ സ്നോ ബ്ലൈൻഡ്നെസ് പോലെ കാറ്ററാക്ട് സ്നോ ബ്ലൈൻഡ്നെസ്സുകളൊക്കെ ഉണ്ടാക്കുന്നു. ബിക്കോസ് ഈ അൾട്രാവയലറ്റ് ഡാമേജ് നമ്മുടെ കോർണിയനെ എഫക്ട് ചെയ്യും, കോർണിയയിൽ ഇൻഫ്ലമേഷൻ സംഭവിക്കുകയും ചെയ്യുന്നു. സോ ഹൈലി എക്സ്പോഷർ നമ്മുടെ അൾട്രാവയലറ്റ് ബിക്ക് ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ കോർണിയയ്ക്ക് ഇൻഫ്ലമേഷൻ സംഭവിക്കുക മാത്രമല്ല കോർണിയയിൽ ഒരു സീരിയസ് ആയിട്ടുള്ള സ്നോ ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ കാറ്ററാക്ട് പോലത്തെ ഡിസീസുകളും ഉണ്ടാവുന്നു. സോ അൾട്രാവയലറ്റ് ബി നമ്മുടെ അതുപോലത്തെ അല്ലെങ്കിൽ അതിനേക്കാളും ഷോർട്ടർ വേവ് ലെങ്ത്തുള്ള റേഡിയേഷൻസ് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഓസോൺ ലെയറിന്റെ തിന്നിങ് കാരണമാണ് ഇതുപോലത്തെ റേഡിയേഷൻസ് ഒക്കെ നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് ആ സർഫസിലേക്ക് എത്തുകയും നമുക്ക് ഒരുപാട് സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നു. ലൈക്ക് DNA ഡാമേജ്, മ്യൂട്ടേഷൻ, ഏജിങ് ഓഫ് സ്കിൻ, ഡാമേജിങ് അല്ലെങ്കിൽ ഓഫ് സ്കിൻ സെൽ, സ്കിൻ ക്യാൻസർ, അതുപോലെ കോർണിയനെ എഫക്ട് ചെയ്യുന്ന സ്നോ ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ കാറ്ററാക്ട് പോലത്തെ ഐ പ്രോബ്ലംസും ഉണ്ടാകുന്നു. സോ ഇതുപോലത്തെ പ്രോബ്ലംസ്, ഇതുപോലത്തെ ഓസോൺ ലെയർ തിന്നിങ് അല്ലെങ്കിൽ ഓസോൺ ഹോൾ ഉണ്ടാകുന്ന അങ്ങനത്തെ പ്രോബ്ലംസ് നമ്മൾ ഒരുപാട് റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട്, ഒരുപാട് വിനാശകരമായിട്ടുള്ള പ്രോബ്ലംസ് റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു മോൺട്രിയൽ പ്രോട്ടോകോൾ വന്നിട്ടുണ്ട്. സോ ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു സംഘടനകളാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ കൊണ്ടുവന്നത്. സോ അവര് സൈൻ ചെയ്ത് മോൺട്രിയൽ, നമ്മുടെ കാനഡയിലാണ്, മോൺട്രിയലിലാണ് അത് മോൺട്രിയൽ പ്രോട്ടോകോള് കൊണ്ടുവന്നത്. അത് 1987 അത് കൊണ്ടുവന്നത്. എസ്റ്റാബ്ലിഷ്ഡ് ആയത് 1989 അത് എന്തിനാണ് അങ്ങനെ ഒരു ഇത് കൊണ്ടുവന്നു വെച്ചാൽ, പ്രോട്ടോകോൾ കൊണ്ടുവന്നു വെച്ചാൽ ടു കൺട്രോൾ ദ എമിഷൻ ഓഫ് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ്. സോ ഓസോണിനെ ഡിപ്ലീറ്റ് ചെയ്യുന്ന, ഓസോൺ ഗ്യാസ് ഫോർമേഷനെ തകരാറിലാക്കുന്ന ആ സബ്സ്റ്റൻസുകളുടെ എമിഷൻ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഈ മോൺട്രിയൽ പ്രോട്ടോകോളിന്റെ ഒരു ഉദ്ദേശം. സോ ഇന്റർനാഷണൽ ആയിട്ടുള്ള ആ സംഘടനകളാണ് ഒരു മോൺട്രിയൽ പ്രോട്ടോകോൾ ആദ്യം അങ്ങനത്തെ ഒരു ട്രീറ്റ് കൊണ്ടുവന്നത് എവിടെയാണ്? മോൺട്രിയൽ, കാനഡയിലാണ് കൊണ്ടുവന്നത് 1987. അത് എസ്റ്റാബ്ലിഷ്ഡ് ആയത് 1989. സോ ഓസോണിനെ ഡിപ്ലീറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസുകൾ എന്തൊക്കെയാണോ അതിന്റെ എമിഷൻ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഈ മോൺട്രിയൽ പ്രോട്ടോകോളിന്റെ ഉദ്ദേശം. ഇതുപോലെ തന്നെ ഒരുപാട് എഫേർട്ടുകൾ, ഒരുപാട് പ്രോട്ടോകോളുകൾ ഈ ഓസോൺ ഹോളിനെ തടയാനായിട്ട് അല്ലെങ്കിൽ ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസുകളെ എമിഷൻ തടയാനായിട്ട് ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഒരുപാട് റോഡ് മാപ്പുകൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുവന്നു. ആ റോഡ് മാപ്പുകൾ ഡെവലപ്ഡ് കൺട്രീസിനും ഡെവലപ്പിംഗ് കൺട്രീസിനും വേറെ വേറെയാണ്. സോ ഡെവലപ്പിംഗ് കൺട്രീസിനും ഡെവലപ്ഡ് കൺട്രീസിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള റോഡ് മാപ്പുകൾ സെറ്റ് ചെയ്തിട്ട് പരമാവധി നമ്മളെ ഈ പറഞ്ഞ ക്ലോറോ ഫ്ലൂറോ കാർബൺ പോലത്തെ അല്ലെങ്കിൽ മറ്റ് ഓസോൺ ഡിപ്ലീറ്റിംഗ് ആയിട്ടുള്ള കെമിക്കൽസിന്റെ എമിഷൻ തടയാനുള്ള പരമാവധി മാർഗങ്ങൾ, എഫേർട്ടുകൾ അല്ലെങ്കിൽ റോഡ് മാപ്പുകൾ ഈ ഡെവലപ്ഡ് കൺട്രീസിനും ഡെവലപ്പിംഗ് കൺട്രീസിനും ഡിഫറെൻ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഒരു പരമാവധി ഒരുപാട് നമുക്ക് ഈ ഓസോൺ ഡിപ്ലീഷൻ അല്ലെങ്കിൽ ഓസോൺ തിന്നിങ്ങിനെ നമുക്ക് കുറച്ച് കൊണ്ടുവന്നിട്ട് ഈ പറഞ്ഞ അൾട്രാവയലറ്റ് ബി പോലെയുള്ള അതിനേക്കാളും താഴെയുള്ള വേവ് ലെങ്ത്തിലുള്ള ആ ഡാമേജുകൾ നമ്മുടെ ജീവജാലങ്ങൾക്ക് വരാതിരിക്കാനായിട്ട് നമുക്ക് സംരക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്.